ആ ഭൂകി ഉണ്ടാക്കിയ നഷ്ടം എത്രയായിരുന്നു? 50 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ എൻ്റെ കയ്യിലും പിന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. മൊത്തം 50 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ എനിക്ക് കടമാണ്. അത് ഒറ്റയടിക്ക് വിട്ടാൻ പറ്റി, വൺ ഷോട്ടിന്. ഞാനതെന്താ അങ്ങനെ 6 മാസം വരെ ഈ പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ കൺസിസ്റ്റൻസി, എനിക്ക് ഒരു ബിസിനസ്സുകാർ ആരും ആവട്ടെ, ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരും ആവട്ടെ, കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ സംഭവമാണത്. ഒരു കാര്യത്തിൽ നമ്മൾ അറിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാലും വിജയം അത് പിന്നീട് വരും. പക്ഷേ അത് നമ്മൾ തുടർച്ചയായിട്ട് ഫോക്കസ് കൊടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഞാൻ അവിടെ ചെയ്തു. വൺ ഷോട്ടിൽ ഞാൻ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിൽ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയും മാത്രമല്ല, എനിക്ക് വലിയൊരു തുക ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ. ആ ഭൂകി ഉണ്ടാക്കിയ നഷ്ടം എത്രയായിരുന്നു? 50 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ എൻ്റെ കയ്യിലും എൻ്റെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. മൊത്തം 50 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ എനിക്ക് കടമാണ്. അത് ഒറ്റയടിക്ക് വിട്ടാൻ പറ്റി, വൺ ഷോട്ടിൽ ഞാനതെന്താ വീട്ടിയത്. വൺ ഷോട്ടിൽ ഞാനത് വീട്ടി. അതിൻ്റെ പുറമെ ഞാൻ അവിടെ കുറേ ബിസിനസ്സിൽ ഇൻവെസ്റ്റും ചെയ്തു. പിന്നെ നല്ല രീതിയിൽ എനിക്ക് ബിസിനസ് അവിടെ കൊണ്ടുപോകാൻ പറ്റി. അവിടെ നിന്ന് വളർച്ച തുടങ്ങുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എനിക്ക് പരാജയം ഉണ്ടായിട്ടില്ല.